സംസ്ഥാനത്തെ ആരോഗ്യ മേഖല അവതാളത്തിലാകുമ്പോൾ നിസ്സംഗത പാലിച്ച് സർക്കാർ. നെടുമങ്ങാട് സർക്കാർ ആശുപത്രിയിലെ ശിശുമരണവും വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തിയ യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിലും എല്ലാം സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കി കഴിഞ്ഞു. അടിക്കടി ഉണ്ടാകുന്ന ചികിത്സാ പിഴവുകളും ചികിത്സാ സംവിധാനങ്ങളുടെ അപര്യാപ്തതയും പിണറായി സർക്കാരിന്റെ വീഴ്ചകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആരോഗ്യ കേരളം നമ്പർ 1 എന്നാണ് സർക്കാരിന്റെ അവകാശവാദം. എന്നാൽ ഇതോ നമ്പർ 1 എന്ന് ചോദിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ സംഭവങ്ങളും. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 5 വർഷം മുമ്പ് ശസ്ത്രക്രിയ നടത്തിയ യുവതിയുടെ വയറ്റിൽ കത്രിക കണ്ടെത്തിയ സംഭവവും നെടുമങ്ങാട് സർക്കാർ ആശുപത്രിയിൽ നവജാത ശിശു മരിച്ച സാഹചര്യവും ഏറ്റവും ഒടുവിലെത്തേതും മാത്രം. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വനവാസി യുവതിയുടെ കുഞ്ഞു മരിച്ചത് വലിയ പ്രതിഷേധമാണ് ക്ഷണിച്ചു വരുത്തിയത്. ആരോപണ വിധേയയായ ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചത് വെറും സ്ഥലം മാറ്റ നടപടി മാത്രം. പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് പിന്നീട് സസ്പെൻഡ് ചെയ്തത്. 24 മണിക്കൂർ ആദ്യ കൺമണിയുടെ മൃതദേഹവും കൊണ്ട് ആ അച്ഛനും അമ്മയും നടത്തിയത് ഒരു പോരാട്ടമായിരുന്നു. വിളപ്പിൽശാലയിലെ ബിസ്മിറിന്റെ മരണവും നീതിക്ക് വേണ്ടി പോരാടുന്ന ഹർഷിനെയുമെല്ലാം ഈ സംസ്ഥാന സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെ. വരും തിരഞ്ഞെടുപ്പിൽ ഇതൊക്കെ തിരിച്ചടിയായേക്കുമെന്ന ഭയത്തിലാണ് ഇടതുമുന്നണി. സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രികളിൽ അടിക്കടി ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവുകൾ ആളുകൾക്ക് ആശുപത്രിയിൽ പോകുവാൻ തന്നെ ഭയം ജനിപ്പിക്കുന്നു. പല നേട്ടങ്ങളുടെ പട്ടികകൾ എടുത്തു കാണിക്കുമ്പോഴും അതൊക്കെ തന്നെയും ആരോഗ്യമന്ത്രി നടത്തുന്ന PR വർക്കാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നത്. ജനം, തിരുവനന്തപുരം.